റാപ്പർ വേടന്റെ ജീവിതം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ അവതരിപ്പിച്ച് കയ്യടി നേടി കോഴിക്കോട് പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിനി തേജലക്ഷ്മി. ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ടിലായിരുന്നു വേടനായി തേജലക്ഷ്മി പകർന്നാടിയത്. 2 സിനിമകളിലെ നായിക കൂടിയാണ് തേജ. കണ്ടില്ലേ, വാഗ്മിക്ക് ശപിച്ചെറിഞ്ഞവന വേടൻ. കാലത്തിന്റെ മേട്ടിൻ പുറങ്ങളിലൂടെ അങ്ങനെ വണക്കം 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 മക്കളെ വണക്കം. നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിറങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, നിറങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്. ചിരിക്കാന്നല്ലാണ്ട് എന്തപ്പത് കാട്ട, അല്ലെങ്കിൽ തന്നെ കഷായ കുടുക്ക പോലെ കറുത്തിരിക്കണു. അതും പുറഞ്ഞിട്ട് ഈ കറുപ്പും കറുപ്പൂട്ട് ഇടയിൽ നിന്നിട്ട് ഈ തെക്കരുത് എന്തൊട്ട് തോന്നിയാസേ കാണിക്കണേ. ഡേ താനാള് ജോറാണല്ലേ. ഈ ബെല്ലുമാര് മാത്രം കഴുത്തിടുന്ന പുലിനകം തനിക്ക് എവിടെ നിന്ന് കിട്ടിയടേ? സത്യം പറഞ്ഞാൽ താൻ ആരുടെ? കുലപുങ്കവന്മാർക്ക് പൊന്നിന്റെയും കീഴാളന്മാർക്ക് തകരത്തിന്റെയും ത്രാസുകളിൽ നീതി തൂക്കി വിൽക്കണ പോലീസ് ഏമാമാരെ ഇരുമ്പുണ്ടായിരുന്നു എൻ്റെ അരയില്. പക്ഷേ തുരുമ്പില്ലായിരുന്നു എൻ്റെ ഉള്ളില്. കേൾക്കണോ നിങ്ങൾക്ക് എൻ്റെ കഥ? നമ്മൾ എല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വേടൻ. ആ വേടൻ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ മോണോ ആക്ട് രൂപത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വേടൻ്റെ ജീവിതം ഈ ഒരു മോണോ ആക്ട് രൂപത്തിൽ എത്തിച്ചിരിക്കുന്നത് കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നും വന്ന തേജലക്ഷ്മിയാണ്. തേജലക്ഷ്മി ചെറിയ കക്ഷിയൊന്നുമല്ല കേട്ടോ, അത് തേജലക്ഷ്മി തന്നെ പറയും. തേജലക്ഷ്മി എങ്ങനെയാണ് ഇങ്ങനൊരു വേടൻ എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്. വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. തേജലക്ഷ്മിക്ക് എങ്ങനെ വേടൻ? എനിക്ക് വേടനെ ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുക്കാനുള്ള കാരണം മെയിനായിട്ടും വേടൻ്റെ അക്ഷരങ്ങളാണ്. വേടൻ്റെ ജീവിത രീതിയും എല്ലാം ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേടനെ. അതുകൊണ്ടാണ് ഇത് എടുക്കാനുള്ള കാരണം. എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സത്യമുദ്ര സാറാണ്, സ്ക്രിപ്റ്റ് സബീസാച്ച് സാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേടനെ. വേടനെ കണ്ടിട്ടുണ്ടോ എപ്പോഴേലും? ഇല്ല, കണ്ടിട്ടില്ല, കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ മറ്റൊരു പരിച്ഛേദമാണ് ഈ എന്തിനേയും എതിർക്കുക, വിമർശിക്കുക. മാത്രമല്ല ഒരു താഴെ കിടന്ന ഒരാൾ ഉയർന്നു വരുമ്പോൾ അതിനെ അല്ലേ, അത് വേടൻ്റെ കാര്യത്തിൽ അതുണ്ടല്ലേ? വേടൻ്റെ ജീവിത രീതിയെ പിന്നെ പ്രതിഷേധത്തിനെയും പ്രതികരണത്തിനെയും എല്ലാം ആണ് വേടൻ്റെ വരികളിലുള്ളത്. അത് പലർക്കും ഇഷ്ടമല്ല, പക്ഷേ ഈ സമൂഹത്തിൽ പകുതി മുക്കാൽ ആൾക്കാർക്കും വേടനെ ഭയങ്കര ഇഷ്ടമാണ്. അത് വേടൻ്റെ കഴിവ് കൊണ്ടും വേടൻ്റെ അക്ഷരങ്ങൾ കൊണ്ടുമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വേടനെ. തീർച്ചയായിട്ടും. തേജലക്ഷ്മി എന്ന് പറയുന്നത് സിനിമാ താരം കൂടിയാണ്, നായികയൊക്കെ ആയിട്ട് അഭിനയിച്ച ആളാണ് അല്ലേ സിനിമകളിൽ? അതേക്കുറിച്ചൊന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ചെയ്ത മൂവി പ്രജാക്കോട്ടാണ്. അതിപ്പോഴും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെയ്താണ് ചാവ് കല്യാണം. അതിൽ നായികയായിട്ട് ചെയ്യാൻ പറ്റി. അത് IFFKയിൽ റിലീസായി. അത് ഇനി OTT ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കാണുക. പിന്നെ ഹത്തിനെ ഉദയ, അതിൽ നായികയുടെ കുട്ടിക്കാലായിട്ടൊരു സോങ് ആയിട്ട് ചെയ്തു. ഇതൊക്കെയാണ്. ഭാവിയിൽ എന്താവാൻ ആഗ്രഹം? ആക്ട്രസ് തന്നെ. ഇത്രയും തകർത്തിട്ട് ഇനി പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ടല്ലോ. അതെ, തേജലക്ഷ്മി നന്നായിട്ട് മിമിക്രി ചെയ്യും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മിമിക്രിയിലൊക്കെ A ഗ്രേഡ് സ്വന്തമാക്കിയ ആളാണ്. ഒരു ചെറിയൊരു മിമിക്രി ഓക്കെ, ഞാൻ തീം വെച്ച് ചെയ്യാം, ഒരു 2 മിമിക്രി ഒക്കെ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. പ്രളയത്താൽ പല ജില്ലകളും ഒറ്റപ്പെട്ടു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ജീവരക്ഷയ്ക്കായി കരഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. രക്ഷിക്കണം സാറേ, രക്ഷിക്കണം, ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണം സാറേ. ഇത് കേൾക്കുമ്പോഴേ എൻ്റെ കണ്ണ് നനയുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, വയനാട്ടിൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഈ ദുരന്ത സമയത്ത് അവിടെ 2 ആഴ്ചയോളം ഉണ്ടായപ്പോൾ കണ്ട നേർ കാഴ്ചകൾ പലതുണ്ട്. പിഞ്ചു കുട്ടികളോട് ഉൾപ്പെടെയുള്ള ആവട്ടെ, അത് പറയണ്ട, അങ്ങനെയുള്ള അത് വീണ്ടും ഗംഭീരമായി ചെയ്തോളൂ. എൻ്റെ സ്ക്രിപ്റ്റിലുണ്ട് വയനാട് ചൂരൽമലേൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതിൽ മെയിൻ ചെയ്തത് മറ്റേ ഉരുൾപൊട്ടിയ ആ സമയത്ത് ഒരു അമ്മയും 2 കുട്ടികളും ആനേൻ്റെ മുന്നിൽ, അതായിരുന്നു ഇതിലെ മെയിൻ.
എല്ലാവർക്കും ഭയങ്കര തട്ടെ. എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ ചുരൽമലയിലായിരുന്നു. എൻ്റെ മനുഷ്യർ നല്ല മനുഷ്യരാണ്. നമ്മൾ വയനാട് ചൂരൽമല ഉണ്ടൊക്കെ ഇപ്പോഴും വ്യക്തിപരമായിട്ട് കോൺടാക്റ്റുള്ള മനുഷ്യരുണ്ട്. അവരുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര, അവരെയാണ് പ്രകൃതി എടുത്തത്. അതെ അതെ. മറ്റൊന്ന്, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആരാ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്നത്? എൻ്റെ അമ്മ, പിന്നെ എൻ്റെ ടീച്ചേഴ്സ്. അമ്മ അവ ഒരു രണ്ടുപേരും ഇത് അവർ മാറിന്ന് കാണല്ലേ? എന്താ ടീച്ചർ അമ്മയാണല്ലേ? അമ്മയുടെ പേര് നിഷ. എന്ത് ചെയ്യുന്നു? ഡാൻസ് ടീച്ചറാ. വെറുതെ അല്ല, കല തന്നെയാണ്. ആ കലയാണ് ഇങ്ങോട്ട് കിട്ടിയല്ലേ? അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ മിമിക്രി ആർട്ടിസ്റ്റ് ഷൈജു പേരാമ്പ്ര. വെറുതെ അല്ല, പാരമ്പര്യം തന്നെ. ടീച്ചറാണ്. സ്കൂൾ ഏതാ? പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ. പേരെന്താ ടീച്ചർ? ചിത്ര. ചിത്ര ടീച്ചറാണ് കൂടെ വന്നത്. ഞങ്ങൾ 8ാം തരം മുതൽ അവളെ കൂടെ തന്നെയാണ്. കാരണം മറ്റുള്ളൊരു കുട്ടികളിൽ നിന്നുള്ള അവളുടെ വ്യത്യസ്തത എന്താ വെച്ചാൽ, സാധാരണ കുട്ടികൾക്ക് അവരുടെ ഒരു ഐറ്റത്തിനായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക. പക്ഷേ തേജ ഒരിക്കലും അങ്ങനെയല്ല. അവൾ 8ാം ക്ലാസ്സിന് അവൾ തിരുവാതിരയ്ക്കും നാടൻ പാട്ടിൻ്റെ ടീമിലുണ്ടായിരുന്നു. സ്റ്റേറ്റിൽ കളിച്ചതാണ്. പിന്നെ 9th പിന്നെ അതേപോലെ തന്നെ നാടൻ പാട്ട് പിന്നെയും സ്റ്റേറ്റിൽ പങ്കെടുത്തു. ഈ വർഷം ജില്ലയിലുണ്ടായ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് അവർക്ക് നാടൻ പാട്ട് സ്റ്റേറ്റിൽ. അതിൽ ഏറ്റവും വിഷമിച്ച അന്ന് മുതൽ അവളെ കരച്ചിൽ സത്യം പറഞ്ഞാൽ, ഇന്നലെ ഇവിടെ സ്റ്റേറ്റ് നടന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ട് അവൾ കാണാൻ വന്നില്ല. അതിൻ്റെ അവൾ പറയുന്നത് എനിക്കവിടെ വരാനും അത് കാണാനുള്ള ശക്തി ഇല്ല ടീച്ചറേന്ന്. അപ്പോൾ അവൾക്ക് അവളെ ഇൻഡിവിജ്വൽ ഐറ്റത്തേക്കാൾ അവൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നുള്ളത് ഗ്രൂപ്പ് ഐറ്റത്തിനാണെന്നുള്ളതാണ് ഒരു സവിശേഷത. സാധാരണ കുട്ടികളെപ്പോഴും സ്വന്തം ഐറ്റത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. പക്ഷേ തേജയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തയാണ്. ഒരു ടീച്ചറെ നല്ല അതാ കരഞ്ഞട്ടാ, കരയരുത്. ഞങ്ങൾ മെയിനായിട്ടാണ് നാടൻപാട്ട്. അത് ഞങ്ങൾക്ക് അപ്പീലൊന്നും തന്നില്ല. ഞങ്ങൾക്ക് അറിയില്ല, ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല എന്താണ് ഞങ്ങളെ കാരണം എന്ന്. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ മെയിനായിട്ടാണ് നാടൻപാട്ട്. ഞങ്ങൾക്ക് അപ്പീൽ തന്നില്ല, കോർട്ട് തന്നില്ല, ഒന്നും തന്നില്ല. എന്താണ് കാരണം ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറേ കാരണങ്ങളാണ്. പിന്നെ എന്തിനാ വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ചോദിച്ചിട്ട് അവർക്ക് ഒരു ഇഷ്ടം. സ്കൂളിൽ നിന്നാണെങ്കിലും എല്ലാത്തിനും കൊണ്ടുപോകാൻ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും വീട്ടിലെ അമ്മമാരെയൊക്കെ കൂടുതൽ ടീച്ചേഴ്സാണ്. പിന്നെ എനിക്ക് ടീച്ചേഴ്സിൻ്റെ കാര്യമായിട്ട് എടുത്തു പറയാനുള്ളത് വെച്ചാൽ, ഞങ്ങൾക്ക് വീടില്ല, സ്ഥലമില്ല. ഇതൊക്കെ സ്കൂളിൻ്റെ വകയായിട്ട് ഞങ്ങൾക്ക് തന്നു. ഒരു വീട് എല്ലാം ഞങ്ങളുടെ ടീച്ചേഴ്സ്. എന്തായാലും ഈ ജഡ്ജസിനോട് പറയാനുള്ളതേ, കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് നന്നായി വിലയിരുത്തുക, നല്ല കഴിവുള്ള കുട്ടികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, മറ്റൊന്നും അവിടെ താല്പര്യമാവരുത് എന്നുള്ളതാണ്. ഈ തേജയുടെ ഒരു പ്രത്യേകത, ഒരു വർഷം തുടർച്ചയായി 2 വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം സിനിമ തന്നെ. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. 10th ആകുമ്പം ഒരു ലീവ് ആവുമല്ലോ, അതുകൊണ്ട് ഞാൻ 9th ഒന്നുകൂടി ഇരുന്നു. നമുക്ക് അവസാനമായിട്ട് ആ നാടൻ പാട്ട് എന്തായാലും അല്ലേ, ഒരു നല്ല നാടൻ പാട്ടായിട്ട്. ഞാൻ താളത്തിലാണ് മെയിൻ. അപ്പോൾ എന്തായാലും വലിയ നടിയായി തീരട്ടെ. അപ്പോൾ ഇനിയും കാണണം നമുക്ക്. കാണണം. തേജലക്ഷ്മിയാണ്. വേടൻ്റെ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു. വളരെ മനോഹരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന തരത്തിൽ വയനാടിൻ്റെ ആ ഒരു ജീവിതാവസ്ഥ ഉൾപ്പെടെ അന്നത്തെ ഉരുൾപൊട്ടൽ ദുരന്തം മിമിക്രിയിലൂടെ പുനരാവിഷ്കരിച്ച മിടുക്കിയാണ്. തുടർച്ചയായി 4ാമത്തെ തവണയാണ് 10ാം ക്ലാസ്സുകാരിയായ തേജലക്ഷ്മി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എത്തുന്നത്. എത്തിയപ്പോഴൊക്കെ നേട്ടം കൊയ്തിട്ടുണ്ട് ഈ മിടുക്കി. ഇനി സിനിമയുടെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വലിയ താരമായി തീരട്ടെ. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.